പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചന്ദ്രമതിയുടെ ചതിയെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് അർച്ചന. ചിന്നു എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ്. ഇതോടെ അർച്ചന എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. എടാ, ഇപ്പോൾ അന്വേഷണം തുടങ്ങിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നീ എന്തായാലും പോലീസിൽ അറിയിക്കേ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് അർച്ചന. ശരി ചേച്ചി, ഞങ്ങളും ഞങ്ങളുടേതായ ഭാഗത്ത് നിന്ന് അന്വേഷണം കൊണ്ടുപോകാം. ചിന്നുവിന് ഒന്നും തന്നെ സംഭവിക്കില്ല ചേച്ചി. ഞങ്ങൾക്കുറപ്പുണ്ട് അവൾ തിരിച്ചു വരും. ഒരു പ്രശ്നവും ഉണ്ടാകാതെ തന്നെ നമുക്ക് ചിന്നുവിനെ നഷ്ടപ്പെടില്ല ചേച്ചി, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ സഹോദരന്മാർ. ഇതേ സമയം തൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ചന്ദ്രമതി ആണ് ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അർച്ചനയ്ക്ക് സാധിച്ചത്. താൻ തോൽപ്പിച്ചതിൻ്റെ പകയാണ് അവളിപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ നേരിടുന്നതിനായി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഇത് കേട്ടതിനെ തുടർന്ന് ചന്ദ്രമതിയാകട്ടെ, ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ല എങ്കിൽ ചിന്നുവിൻ്റെ മരണവാർത്തയാകും നീ കേൾക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അർച്ചന ആകെ പകച്ചുപോയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ അർച്ചന. ഒടുവിൽ അർച്ചന തൻ്റെ തന്ത്രത്തിൽ കൊടുക്കുകയാണ് ചന്ദ്രമതിയെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.